ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നമ്മളെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളെ വീടൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കുമോ, ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മളെ കുഞ്ഞു വീട് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാൻ പോവാണ് ഗൈസ്. അപ്പോൾ കമോൺ ഗൈസ്. ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ നമ്മളെ വീടിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നുള്ള വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീടിൻ്റെ വ്യൂ ഗൈസ്. മഴ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കണ്ട ഗൈസ്. മഴ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു വെയിൽ കിട്ടുമ്പോൾ എല്ലാ വീടിൻ്റെ ഒരു അവസ്ഥയാണിത്. പുറത്തും മുറ്റത്തൊക്കെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറൊരു വ്യൂ ആണ് ഗൈസ്. നമ്മളെ അടുക്കളയൊക്കെയുള്ള വ്യൂ കേട്ടോ. ഓക്കെ, ഞാൻ അപ്പുറത്തെ സൈഡൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്കല്ലേ എൻ്റെ വീട് കാണാൻ ഇത്ര ആഗ്രഹം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഗൈസ്. അതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾ പറഞ്ഞ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറയുന്ന റിക്വസ്റ്റ് നിങ്ങളും അക്സെപ്റ്റ് ആക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് കേട്ടോ പുറത്തുനിന്നുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. സോ വീട് ഫുള്ള് പുറത്തു കൂടെ ഉള്ളത് ഞാൻ കാണിച്ചു തന്നു കേട്ടോ. സോ ഓക്കെ, നോക്കേണ്ട കേസ്. നമുക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടുന്ന അടക്കിലും പാത്രത്തിലും ഒക്കെ നമ്മൾ വെള്ളം പിടിച്ചേക്കാറുണ്ട്. അതാണ് കേട്ടോ ഇങ്ങനെ. ഇതിന് നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കാറ്. അതിക്കൊരു ഇതാണല്ലോ ഇതേപോലെ ചെടി വളർത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ പൂക്കളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ ഇതൊക്കെ തന്നെ ഇവിടുത്തെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ മുല്ലമരാണ് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടുന്ന് കൊലായിലേക്ക്, നമ്മളിവിടെ ചേരി എന്നാണ് പറയുക കേട്ടോ ഈ ഒരു ഭാഗം. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ കൊലായി കേട്ടോ ഇത് ഗൈസ്. എന്താണ് നമ്മുടെ കൊലായി. എല്ലാവരും നമ്മൾ വീടൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ഇത് നമ്മളെ തുണിയൊക്കെ എടുത്ത് വെക്കുന്ന റൂമാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സൊക്കെ ആറിയിടുന്ന റൂമാണ്. സോ ഇതൊരു കുഞ്ഞ് റൂമാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റൂമുണ്ട് ഗൈസ് കൊലായി തന്നെ. ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ ഇട്ടാക്കും അകത്തേക്കൊന്നും നോക്കേണ്ട ഗൈസ്. ഫുള്ള് വെള്ളം എടുത്ത് വെച്ചേക്കാണ്. നമ്മളെ വാഷിംഗ് മെഷീൻ തീരുമാനമെങ്കിൽ വെള്ളം വേണമല്ലോ. വെള്ളം വരുമ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കലാണ് കേട്ടോ പതിവ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഗൈസ്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഈ സ്റ്റൂള് തടഞ്ഞ് വീണായിരുന്നു. അതാണ് ക്യാമറ ഓഫായി പോയത്. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇവിടെ ഓലക്കടിയൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ, അതൊക്കെ ഇവിടെ എടുത്ത് വെക്കും. പ്ലാസ്റ്റിക് എന്നല്ല, എന്ത് പഴയതാണെങ്കിലും. അപ്പോൾ അതൊക്കെ നമ്മൾ വിൽക്കാൻ വെക്കുന്ന റൂം കൂടിയാണ് കേട്ടോ. സോ ഇനി നമുക്ക് അകത്തേക്ക് കയറാം ഗൈസ്. 1 സെക്കൻഡ്. ഓ മൈ ഗോഡ്. ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന റൂം റബ്ബേ ഇതൊക്കെ എന്തോന്നടേ. ഒറ്റ മിനിറ്റ് ഗൈസ്, അത് കറണ്ട് ബില്ല്. ഇതാണ് നമ്മുടെ പഠിക്കുന്ന റൂം കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മൾ പഠിക്കാറ് ഗൈസ്. പിന്നെ ഇവിടെ ഈ സൈഡിലുള്ള റൂമെന്ന് നോക്കണ്ട ഗൈസ്, നോക്കണ്ട. ഇത് തിരുമ്പി കൊണ്ടുപോയിട്ടോ അതൊക്കെ നമ്മൾ ഇവിടെയാണ് ഇടാറ്. എന്നിട്ട് ഇവിടെ നിന്ന് മടക്കി വെക്കും കേട്ടോ, മടക്കി എടുത്ത് വെക്കും ഗൈസ്. ഇതെൻ്റെ ഉമ്മാണ്. ഇതിൽ ഞാൻ എൻ്റെ അനിയത്തി ഇത് ഞാനാണ് ഗൈസ്. ചെറുപ്പത്തിൽ എന്ത് രസമല്ലേ. ഇപ്പോൾ ഫുള്ള് പോയി. എന്ത് ചെയ്യാൻ. ഇത് ഉപ്പട്ട. പിന്നെ ഇതൊക്കെ ഞങ്ങളെ കാലിഗ്രഫി, ഓരോ ഫോട്ടോസ് വരച്ചത്, ഇതൊക്കെ ഞാൻ വരച്ചത് ഗൈസ്. എന്തൊക്കെയാണ് ഇതൊക്കെ ഞങ്ങൾ ഓരോന്ന് വരച്ചുണ്ടാക്കി വെച്ചതാട്ടോ. പിന്നെ ഇതാണ് എൻ്റെ അൾമാരി ഗൈസ്. പിന്നെ ഞാനല്ല അതിനപ്പോൾ വെറുതെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങോട്ട് വരുമ്പം ഇതാണ് ഗൈസ് ഞാൻ പഠിക്കുന്ന റൂം. ആൻഡ് ഇവിടെയാണ് തുണികളൊക്കെ എടുത്ത് വെക്കാറ്. ഞങ്ങളുടെ യൂണിഫോം, ഡ്രസ്സുകൾ, ഈ ഡ്രസ്സൊക്കെ ഓർമ്മയുണ്ട് ഗൈസ്. ഇപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. അപ്പം ഇതൊക്കെ എൻ്റെ ബുക്കുകളാണ് ഗൈസ്. ബുക്കുകൾ ആരും തുറന്ന് നോക്കണ്ട, തുറന്ന പണി വേണം. പിന്നെ അത്രയേ ഉള്ളൂ ഈ റൂമത്തെ കാഴ്ചകൾ. ഈ റൂമിൽ അധികം ഒന്നുമില്ല കാണാൻ. സോ ഇത്രയുള്ളത് ഈ ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്തതാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറയണം. ഞാൻ എഴുതിയതാണ്. അപ്പോൾ എന്തായാലും രസം ഉണ്ടാവും എനിക്കറിയാം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട് ഗൈസ്. ഈ റൂമിൽ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ഉമ്മയും ഉപ്പയും കിടക്കുന്ന റൂമാണ് കേട്ടോ. ഇതെന്താ
ഓ മൈ ഗോഡ്. അപ്പം ഒരു ഫാനും ഇതൊക്കെ തന്നെ. ഇതാണ് നമ്മൾ ഉപ്പച്ചും ഉമ്മച്ചും കിടക്കുന്ന റൂം. ഇവിടെ ലൈറ്റ് ഇല്ല ഗൈസ്, ലൈറ്റ് ഇല്ല. ഞങ്ങൾ 3 ആളും കിടക്കുന്ന റൂമാണ് കേട്ടോ ഇത്. ഇവിടെ ലൈറ്റ് ഇല്ല, ഫാനുണ്ട് കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീൻ്റെ വയറാണ് ഗൈസ് ഈ പോണത്, അതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് വെച്ചിട്ടില്ല. സോ അങ്ങനെ ഈ 2 റൂം ഇതായി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് തിരിയുമ്പം ഇവിടെ ഒരു റൂം കാണാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് വൃത്തിയാക്കൽ തന്നെ അതിന് പണി, അതുകൊണ്ട് തന്നെ ഇപ്പം കഴിച്ചിട്ടതാണ് കേട്ടോ ഇത് കാണുന്നത്. ഒക്കെ ഇപ്പോൾ എടുത്ത് ഒഴിവാക്കും. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, ഒരു ഇസ്തിരിപ്പെട്ടിയും പിന്നെ ഇത് സുന്ദരി വരച്ചതാണ് കേട്ടോ, സുന്ദരി. അപ്പം ഞങ്ങൾ കുറച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്യാറുണ്ട് ഗൈസ്. പിന്നെ ഇത് ഞാനാണ് ഗൈസ്, എന്നെ കാണുന്നുണ്ടാവോ. അപ്പോൾ പിന്നെ ഇത് നമ്മളെ ഫ്രിഡ്ജാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഓരോ ട്രോഫികളും സമ്മാനങ്ങളും ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം പിന്നെന്താ, ഇത് നമ്മളിവിടുത്തെ TV ആണ് കേട്ടോ ഗൈസ്. വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ ഇതാ ഇവിടെ കുറേ ഗ്ലാസ്സൊക്കെ വെക്കുന്നൊരു തട്ടുണ്ട്. ഈ തട്ടിൽ ഗ്ലാസ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഫ്രിഡ്ജ് കാണിച്ചു തരണോ? ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, എന്തെങ്കിലും കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ തന്നെ. ഇതായിരുന്നു ഗൈസ് നമ്മൾ ഇന്നത്തെ പണി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുക്കള ഒരു സ്പീക്കറും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ അതൊരു കാണിച്ചു തന്നേക്കാം. അയ്യോ, ഇതൊരു മരത്തിൻ്റെ വാതിലാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വാതിലൊക്കെ ഞാൻ തുറക്കുന്നുണ്ട്. ഇതാരും അതെങ്ങനെ. അപ്പോൾ ഗൈസ് നമ്മളെ ഉച്ചക്കുള്ള ചോറിനേക്കുള്ള പണിയിലാണ് ഉമ്മ. സോ ഇതായിരുന്നു ഉമ്മൻ്റെ ശരിക്കും ഇന്നത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ പണി ഇതാണെന്ന്. അരി വറുത്ത് പൊടിച്ച് വെക്കാം കേട്ടോ, അരിപ്പൊടി ഉണ്ടാക്കി വെക്കാം. ഇതാകുമ്പോൾ ഒട്ടും കേടാവത്തുമില്ല. നമുക്ക് സ്കൂളിൽ വരുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവാറില്ലല്ലോ, ചിലതൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, കോഴി പൊരിച്ചതും ഇതൊക്കെയാണ് നമുക്ക് ചോറ് ഗൈസ്, നമ്മൾ ചോറിന് കൂട്ടാൻ. ഓക്കെ, അപ്പോൾ കുപ്പി വെക്കുന്ന ഒരിതുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ അരിയൊക്കെ എടുത്ത് കേക്കൊക്കെ വെച്ചതാണ്. ഞങ്ങളെ മാത്രം ഞാൻ കാണിക്കുന്നത് കൈസ്ബന്ന് പുറത്തേക്കുള്ള കാഴ്ചതാ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പൈപ്പിൽ വെള്ളം വരില്ല ഗൈസ്. കണ്ടോ, അയ്യോ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വെള്ളം വന്നു. ഭയങ്കര നാക്കാനുണ്ട്, അതുകൊണ്ടാണ് വെള്ളം വന്നത്. വെള്ളമല്ല ഇനി ശരിക്കും. എന്നാൽ ഇതിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചത് കേട്ടോ. ഇതിലാണ് ഗൈസ് നമ്മൾ കുടിക്കുന്ന വെള്ളം എടുത്ത് വെക്കാറ് കേട്ടോ. സോ ഇത്ര വെള്ളം എടുക്കണം. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയുള്ള വ്യൂ ഇതാണ്. അപ്പം അമ്മച്ചി അല്ല പറയാൻ കാവുന്നുണ്ട് ഗൈസ്, എനിക്ക് വിശന്നിട്ട് വയ്യ. എൻ്റെ ഒരു മാനസികാവസ്ഥ വരെ ആരും മനസ്സിലാക്കുന്നത്, ഇവർക്ക് കഴിക്കുന്നത് കണ്ടത് അമ്മച്ചി തിന്നാൻ. എന്തായാലും പുറത്തത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിറച്ചും അമ്മച്ചി ചെടി നട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ വ്യൂ ഇതാണ്. നല്ല രസമല്ലേ ഗൈസ്, നല്ല രസമാണ് കേട്ടോ ഇവിടെ നോക്കി നിൽക്കാൻ. എനിക്ക് ഏറ്റവും എൻ്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ട വ്യൂ പോയിൻ്റ് ഇതാ ഇവിടെ നിൽക്കുന്നതാണ്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുക. എന്ത് മനോഹരമായ വ്യൂ ആണെന്ന് നോക്കിയാൽ. എനിക്ക് ഈ മരം ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ഒരു മരം എന്താ അറിയില്ല, ഒരു പ്രത്യേക സ്നേഹമാണ് ആ മരത്തിനോട് മാത്രമായിട്ട്. ഈ മലയൊക്കെ കാണാൻ എന്ത് രസം അറിയാം. അതേപോലെ തന്നെ നമ്മൾ എന്നും ലൈവ് എടുക്കുന്ന സ്ഥലമാണ് ഇത്. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ കാണിച്ചു തരാൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ആൻഡ് സബ് ഷെയർ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു.